നമസ്കാരം. ഞാൻ ഡോക്ടർ വിനോദ് തോമസ്, റിനൈ മെഡിസിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും പത്രത്തിലും അല്ലെങ്കിൽ ഒക്കെ വന്നുള്ള പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുള്ള ന്യൂസുകളെ പറ്റി എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾക്ക് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി, അതുപോലെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള ഇതെല്ലാം കൂടുതലായിട്ട് വന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം വാക്സിൻ ഇവിടുന്ന് പിൻവലിക്കുന്നതായിട്ട് പല ന്യൂസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കോവിഡ് എന്ന അസുഖം വന്നാൽ ഹാർട്ട് അറ്റാക്കിന് റിസ്ക് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ട്, കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് രണ്ടും നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, കോവിഡ് എന്ന അസുഖം വരികയാണെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ ഒരു പാൻഡമിക് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അതിൻ്റെ തീവ്രത കുറഞ്ഞു വന്നു, നമ്മുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നു. അതിനുശേഷം നമുക്ക് ഇപ്പോഴും അറിയാം, ഇപ്പോഴും നമ്മുടെ ഒരു സമൂഹത്തിൽ ഇപ്പോഴും കോവിഡ് ഉണ്ട്. കോവിഡ് എന്ന് പറഞ്ഞ അസുഖം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ പഴയ അത്ര തീവ്രതയിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പല പേഷ്യൻസും ഞങ്ങളുടെ അണ്ടറിൽ തന്നെ ഇപ്പോൾ കോവിഡായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോവിഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റിയിട്ടില്ല. കോവിഡ് എന്ന് പറഞ്ഞ അസുഖം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ കോവിഡ് എന്ന വൈറസ് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുമ്പം രണ്ട് പ്രശ്നങ്ങളാണ് നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുന്നു. ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി നമ്മുടെ ശരീരത്തിൽ കൂടുകയാണ് ഉണ്ടാകുന്നത്. രണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ രക്തധമനികളുടെ കോട്ടിംഗ്, നമ്മുടെ രക്തധമനിയുടെ ഉള്ളിലൊരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ്ങിന് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർവീക്കം വരുന്നു. രക്തധമനികളുടെ ഉള്ളിലുള്ള ലൈനിങ്ങിന്, അതിന് എൻഡോത്തീലിയം എന്ന് പറയും. ആ എൻഡോത്തീലിയത്തിന് ഒരു ഇൻഫ്ലമേഷൻ, എൻഡോത്തീലൈറ്റിസ് എന്ന് പറയും നമ്മൾ, അല്ല എൻഡോത്തീലിയൽ ഇൻഫ്ലമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രക്രിയ വരുന്നു. അപ്പോൾ രക്തധമനിയുടെ ഉള്ളിലുള്ള ഈ ഒരു ഇൻഫ്ലമേഷനും രക്തത്തിൻ്റെ അമിതമായ ക്ലോട്ടിംഗ് ടെൻഡൻസിയും ഉള്ളത് കൊണ്ട് കോവിഡ് ഇൻഫെക്ഷൻ വരുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹാർട്ടിൻ്റെ രക്തധമനികളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പല സ്ഥലങ്ങളിലും വരാം. നമ്മുടെ ബ്രെയിനിൽ രക്തം കട്ട പിടിച്ച് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ അബ്ഡമൻ്റെ ഉള്ളിൽ, വയറിൻ്റെ ഉള്ളിൽ ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രക്തധമനികളിൽ. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തധമനികളുണ്ട്, പൾമണറി ആർട്ടറീസ് എന്ന് പറയും. ആ ധമനികളിലും വേണമെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ളവർക്കും ശ്വാസമുട്ട് ഉണ്ടാവാം. അപ്പം ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഒരു കോവിഡ് ഇൻഫെക്ഷൻ വരുന്ന ആൾക്ക് തീർച്ചയായിട്ടും കൂടുതലാണ്. അപ്പം കോവിഡ് എന്ന് പറഞ്ഞ അസുഖം നമുക്ക് ഒരു ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്സ് ഉണ്ടാക്കുന്നത് സത്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ കോവിഡ് വാക്സിൻ ആണ്. കോവിഡ് വാക്സിൻ നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള വാക്സിനാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നത്. ഒന്ന് കോവാക്സിൻ, രണ്ട് കോവിഷീൽഡ്. ഈ രണ്ട് വാക്സിനാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ആളുകൾ എടുത്തിരിക്കുന്നത്. അതിൽ കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ട്. ആ ഒരു വാക്സിൻ സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് വിവാദങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ആ വിവാദം? ഒന്ന്, നമ്മൾ കോവിഷീൽഡ് വാക്സിൻ എടുക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ റിസ്ക്, ആ റിസ്ക് എന്ന് പറഞ്ഞാൽ 1 മില്യൺ ആളുകളിൽ എടുക്കുകയാണെങ്കിൽ 5 പേർക്ക്, 1 മില്യൺ ആളുകളിൽ 5 പേർക്ക് ക്ലോട്ടിംഗ് റിസ്ക് വരുന്നു. ആ ക്ലോട്ടിംഗ് റിസ്ക് വരുന്നത് ഒരു പ്രത്യേകതരം ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ആ ക്ലോട്ടിംഗ് റിസ്ക് വരുന്നത്. ഇത് വരുന്ന സമയത്ത് ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കുറയുകയും രക്തധമനികളിൽ ക്ലോട്ട് ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞുകൊണ്ട് രക്തധമനിയിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുന്നൊരവസ്ഥ ഉണ്ടാവുകയും ഈ ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഈ വാക്സിൻ ഇൻഡ്യൂസ്ഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു പ്രക്രിയ, ഇത് ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. തീർച്ചയായിട്ടും വാക്സിൻ എടുക്കുന്ന ആളുകൾക്ക്
ഇങ്ങനൊരു ചെറിയ റിസ്ക് ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഈവൻ ആസ്ട്രാസെനിക്ക എന്ന് പറഞ്ഞ കമ്പനിയും അത് ഇപ്പം അംഗീകരിച്ചിട്ടുണ്ട്, അങ്ങനെ റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് നമ്മൾ ആലോചിക്കണം, 1 മില്യൺ ആളുകളിൽ 5 പേർക്ക് ഈ വാക്സിൻ എടുത്തതിൽ റിസ്ക് ഉള്ളൂ. അപ്പോൾ കോവിഡ് ഇൻഫെക്ഷനും ഈ കോവിഡ് വാക്സിനും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ കോവിഡ് ഇൻഫെക്ഷൻ വരുന്ന സമയത്തുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഒരു 10 മടങ്ങ് ഏറെയാണ് നമുക്ക് ഒരു വാക്സിൻ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിസ്കിനേക്കാളും ഒരു 10 മുതൽ ഒരു 10, 15 അല്ലെങ്കിൽ 20 തവണ ഇരട്ടിയാണ് കോവിഡ് വൈറസ് കൊണ്ടുണ്ടാകാവുന്ന റിസ്കുകൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പാൻഡമിക് ഉണ്ടായിരുന്ന സമയത്ത് ഈ വൈറസ് ഇൻഫെക്ഷനേക്കാളും വളരെ റിസ്ക് കുറഞ്ഞത് തന്നെയായിരുന്നു നമ്മുടെ വാക്സിൻ കൊണ്ടുണ്ടാകുന്ന റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ ആർക്കൊക്കെയാണ് ഇത് വരിക? ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴാണ് വരിക? സാധാരണ രീതിയിൽ ഒരു 24 to 48 അവേഴ്സ് മുതൽ 6 മുതൽ 8 ആഴ്ച വരെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസം മുതൽ ഒരു 2 മാസം വരെ ഇതിൻ്റെ റിസ്ക് ഉണ്ടെന്നുള്ളതാണ് കണക്ക്. 2 മാസത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഈ ആൻറ്റിബോഡികൾ ഉണ്ടാവുന്നതല്ല. അപ്പം അതുകൊണ്ട് 2 മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് കുറവാണ്. അത് കോവിഡ് ഇൻഫെക്ഷൻ അങ്ങനെ തന്നെയാണ്. കോവിഡ് ഇൻഫെക്ഷൻ വന്ന സമയത്ത് ആദ്യത്തെ ഒരു 2-3 മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടിങ് ടെൻഡൻസി ഒക്കെ വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നീട് അതിൻ്റെ അളവ് കുറഞ്ഞ് വരികയും പിന്നെ തീർച്ചും ഇല്ലാതാവുന്ന അവസ്ഥയും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 മാസമേ മാക്സിമം 3 മാസമേ നമുക്ക് ഈ ഒരു റിസ്ക് ഉള്ളൂ, ഈ ഒരു പ്രശ്നം വരാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വാക്സിൻ എടുത്തിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ഇതിനകത്ത് കാണേണ്ട ആവശ്യമില്ല. വാക്സിൻ കൊണ്ടുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് 2 മുതൽ 3 മാസം വരെ അതിൻ്റെ റിസ്ക് ഉള്ളൂ. അപ്പം 1-2 വർഷം മുന്നേ വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പം എനിക്ക് ഡൈമർ ടെസ്റ്റ് ചെയ്യണോ, ഞാൻ വാക്സിൻ എടുത്തതാണ്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് ഞാൻ വാക്സിൻ എടുത്തുകൊണ്ടാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ല. വാക്സിൻ കൊണ്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 മന്ത്സ് മാത്രമേ ഉള്ളൂ. അപ്പം അത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അതിനെപ്പറ്റി ഇതിങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്കിപ്പം റിവീൽ ചെയ്ത് കിട്ടി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത. അത് വെച്ച് നമ്മൾ ഇതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഉള്ള കോവിഡ് ഇൻഫെക്ഷൻ നമ്മൾ ഇപ്പോൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആ കോവിഡ് ഇൻഫെക്ഷനും ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള റിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലെ തന്നെ നമുക്ക് പനിയും ചുമയൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, മാസ്ക് പരമാവധി അങ്ങനെയുള്ള ആൾക്കാർ ധരിക്കുക, ഒരു പനി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾക്ക് പരത്താതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ വാക്സിൻ കൊണ്ട് നമ്മൾ പേടിക്കേണ്ട സാഹചര്യം ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഇപ്പം അംഗീകരിക്കപ്പെട്ടുള്ള ഒരു വസ്തുതയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതിനെപ്പറ്റി ആരും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.